ട്രംപാണ് ഇപ്പോൾ എല്ലായിടത്തും താരം. കൊക്കക്കോളയിൽ ഇനി കരിമ്പിൻ പഞ്ചസാര മാത്രം എന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. ബുധനാഴ്ചയാണ് ട്രൂത്ത് സോഷ്യലിൽ പുതിയൊരു അവകാശവാദമായി ട്രംപ് രംഗത്തെത്തിയത്. ഇതൊരു നല്ല നീക്കമാണ്, നിങ്ങൾ നോക്കിക്കോളൂ, ഇത് മികച്ചതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊക്കക്കോളയിൽ ഇനി കരിമ്പിൻ പഞ്ചസാര മാത്രമേ ഉപയോഗിക്കൂ എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. കോൺ സിറപ്പ് മാറ്റി പഞ്ചസാര ഉപയോഗിക്കാനുള്ള തന്റെ നിർദ്ദേശത്തെ കമ്പനി സ്വീകരിച്ചു എന്ന രീതിയിലാണ് ട്രംപ് ഇക്കാര്യം പ്രസ്താവിച്ചത്. അമേരിക്കയിൽ അടുത്ത മാസം മുതൽ കൊക്കക്കോളയുടെ ഉൽപാദനം ഇപ്രകാരമായിരിക്കുമെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. എന്നാൽ ഇതിനോടുള്ള കമ്പനിയുടെ പ്രതികരണം അല്പം കുഴപ്പിക്കുന്നതായിരുന്നു. ട്രംപിന്റെ അവകാശവാദത്തെ അവർ സ്ഥിരീകരിച്ചിട്ടില്ല. മറിച്ച് പ്രസിഡന്റിന്റെ കൊക്കക്കോളയോടുള്ള താല്പര്യത്തിൽ സന്തോഷമുണ്ടെന്നും പുതിയ വിവരങ്ങൾ ഉടൻ പങ്കിടുമെന്നാണ് അവർ പ്രതികരിച്ചത്. സത്യത്തിൽ എന്താണ് കോള കമ്പനിയുടെ തീരുമാനം? പുതിയ തീരുമാനം അമേരിക്കയിലെ ഭക്ഷ്യ ഉൽപാദന മേഖലയിലെ തൊഴിലവസരങ്ങളെയും കർഷക വരുമാനത്തെയും മോശമായി ബാധിക്കുമെന്നാണ് കോൺ റിഫൈനേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും സിഇഒയുമായ ജോൺ ബോർഡ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്. തന്നെയുമല്ല, വിദേശത്ത് നിന്ന് വൻതോതിൽ പഞ്ചസാര ഇറക്കുമതി ചെയ്യേണ്ടിയും വരും. പ്രത്യേകിച്ച് യാതൊരു ആരോഗ്യ ഗുണവുമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു തീരുമാനമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ട്രംപ് പറയുന്നത് സത്യമാണെങ്കിൽ ഇപ്രകാരം കരിമ്പിൻ പഞ്ചസാര ചേർക്കുന്നത് പ്രതിവർഷം 800 മുതൽ 900 മില്യൺ ഡോളർ വരെ അധിക ചെലവിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആരോഗ്യത്തെ മോശമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഭക്ഷ്യവസ്തുക്കളിൽ കോൺ സിറപ്പ്, സ്വീഡ് ഓയിൽ, ആർട്ടിഫിഷ്യൽ ഡൈ എന്നിവ ഉപയോഗിക്കരുതെന്ന് US ഹെൽത്ത് സെക്രട്ടറി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഡയറ്റ് കോക്ക് പതിവായി കുടിക്കുന്ന വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിൽ കൃത്രിമ മധുരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉയർന്ന അളവിൽ കോൺക്രീറ്റ് എന്ന രാസവസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊക്കക്കോള നിരോധിച്ചിരുന്നു. പാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനായുള്ള ശ്രമങ്ങളെപ്പറ്റി ഏപ്രിലിൽ കമ്പനി സിഇഒ ജെയിംസ് ക്വൻസി നിക്ഷേപകരോട് പറഞ്ഞിരുന്നു. എന്നാൽ കോൺ സിറപ്പിന് പകരം കരിമ്പിൻ പഞ്ചസാരയാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് എന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല.